Hi everybody, welcome back to my channel, myself Vidhupriya. സോ നമ്മുടെ പ്രൈവറ്റ് മെഡിക്കൽ കോളേജുകളിൽ ഈ വർഷം ഉണ്ടായ ഫീസിലുള്ള ഇൻക്രീസിനെ പറ്റി എനിക്ക് 1-2 കമൻറ്റ്സ് വന്നിട്ടുണ്ടായിരുന്നു. സോ ഇന്നത്തെ വീഡിയോ അതിനെപ്പറ്റി ആവാമെന്ന് വിചാരിച്ചു. ഈ വീഡിയോയിൽ ഞാൻ എല്ലാ കോളേജസിൻ്റെ ഈ വർഷത്തെ പുതുക്കിയ ഫീസ് സ്ട്രക്ചർ ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ സിഇൻ്റെ സൈറ്റിൽ ഗവൺമെൻറ് ഓർഡർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യമുള്ളവർക്ക് അത് പോയി നോക്കിയാലും മതി. സോ നിങ്ങൾക്ക് നോക്കാനുള്ള എളുപ്പത്തിന് വേണ്ടി ഞാനത് വീഡിയോയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ചിലർക്ക് ഉണ്ടായ ഡൗട്ട് എന്ന് പറയുന്നത് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൻ്റെ സമയത്ത് ചേർന്നവരാണെങ്കിൽ അന്നേരം കൊടുത്ത ഫീസ് മതിയോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പോരാ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ സെക്കൻഡ് അലോട്ട്മെൻറ്റ് കഴിഞ്ഞ പിന്നെയാണ് ഈ ഫീസിലുള്ള പുതുക്കൽ വന്നത്. അപ്പോൾ ഇനി എക്സ്ട്രാ എത്ര എമൗണ്ടാണോ കൂടിയത് അതും കൂടി നമ്മൾ പേ ചെയ്യേണ്ടതായിട്ടുണ്ട്. ബിക്കോസ് നമ്മൾ ബോണ്ട് പേപ്പറിൽ നമ്മൾ എഴുതി കൊടുത്തതാണ്. ഇനി ഫീസിൽ എന്തെങ്കിലും മാറ്റം വരികയാണെങ്കിൽ അത് നമ്മൾ അടച്ചോളാം എന്നുള്ളത് നമ്മൾ എഴുതി ഒപ്പിട്ട് കൊടുത്തതാണ്. അപ്പോൾ അത് നമ്മൾ അടയ്ക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റിൽ ഇട്ട് കഴിഞ്ഞാൽ ഞാൻ റെസ്പോണ്ട് ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോ when the world starts to unfold through all the ups and downs, the highs and lows we share, we'll stick together. ഇപ്പം നമ്മളെ പ്രൈവറ്റ് മെഡിക്കൽ കോളേജസിൽ തന്നെ ചില വിഭാഗം ആൾക്കാർക്ക് ട്യൂഷൻ ഫീ തീരെ അടക്കേണ്ടാത്ത ആൾക്കാരുണ്ട്. അത് ഒന്നെന്ന് പറയുന്നത് SC/ST വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ, രണ്ടാമത്തേന്ന് പറയുമ്പം OEC കാറ്റഗറിയിൽ, അതായത് ബാക്ക്വേർഡ് ഹിന്ദു വിഭാഗത്തിൽപ്പെടുന്ന ചില കാസ്റ്റുകളുണ്ട്. അപ്പോൾ ആ കാസ്റ്റിൽ പെടുന്നവർക്കും ട്യൂഷൻ ഫീ അടക്കേണ്ടതായിട്ടില്ല. പക്ഷേ അവരെ വാർഷിക വരുമാനം, ഫാമിലി ആനുവൽ ഇൻകം 6 ലക്ഷത്തിൽ താഴെയായിട്ട് വരേണ്ടതുണ്ട്. പിന്നെ എന്ന് പറയുന്നത് BPL സ്കോളർഷിപ്പാണ്. അപ്പോൾ റേഷൻ കാർഡിൽ BPL ആയിട്ടുള്ള കുടുംബത്തിൽപ്പെട്ട കുട്ടികൾക്ക് ഇങ്ങനെ ഒരു ആനുകൂല്യമുണ്ട്. പക്ഷേ അവർക്ക് ഒരുപാട് ക്രൈറ്റീരിയാസ് ഉണ്ട്. അവരെ വീട് 1000 സ്ക്വയർ ഫീറ്റിൽ കൂടാൻ പാടില്ല, ഭൂസ്വത്ത് 1 ഏക്കറിൽ കൂടാൻ പാടില്ല. പിന്നെ വീട്ടിലാർക്കെങ്കിലും ഗവൺമെൻറ് എയ്ഡഡ് മേഖലകളിൽ 25,000 രൂപയ്ക്ക് മുകളിൽ ശമ്പളമുള്ള ജോലി ഉണ്ടാവാൻ പാടില്ല. അങ്ങനെ കുറേ ക്രൈറ്റീരിയാസ് ഉണ്ട്. വീട്ടിൽ 4 വീലേഴ്സ് ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ അവർക്കും അങ്ങനെ കാറ്റഗറിയിൽ വില്ലേജ് ഓഫീസർ സർട്ടിഫിക്കറ്റ് തരുന്ന ആൾക്കാർക്കും ഇതേപോലെ ഫീസ് അടയ്ക്കേണ്ടതില്ല, ട്യൂഷൻ ഫീസ് അടയ്ക്കേണ്ടതില്ല. പിന്നെ എന്ന് പറയുമ്പം ചിൽഡ്രൻ ഓഫ് ഫിഷർമാൻ എന്ന് പറയുന്ന കാറ്റഗറിയിൽ പെടുന്നവർക്കും ഈ ട്യൂഷൻ ഫീസ് അടയ്ക്കേണ്ടില്ല. പക്ഷേ ഇവർക്കെല്ലാം തന്നെ ഹോസ്റ്റൽ ഫീസും അതേപോലെ ഓരോ കോളേജിൻ്റെ സ്പെഷ്യൽ ഫീസും അടയ്ക്കേണ്ടതായിട്ട് വരും. ഈ സ്പെഷ്യൽ ഫീസ് എന്ന് പറയുന്നത് ഗവൺമെൻറ് ഡിറ്റർമൈൻ ചെയ്യുന്നില്ല. കോളേജിലെ സൗകര്യങ്ങൾക്കനുസരിച്ച്, അവരെ ആവശ്യങ്ങൾക്കനുസരിച്ച് കോളേജ് തന്നെ ഡിറ്റർമൈൻ ചെയ്ത് വെക്കുന്നതാണ്. അപ്പോൾ അത് ഞാൻ ഈ വീഡിയോയിൽ മെൻഷൻ ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് വിവിധ കോളേജുകളിലുള്ള ഫീസ് സ്ട്രക്ചർ നോക്കാം. അപ്പോൾ ഈ ലിസ്റ്റിൽ ആദ്യം വരുന്നത് നമ്മളെ തൃശ്ശൂരുള്ള അമല മെഡിക്കൽ കോളേജാണ്. അവിടെ ഫീസ് എന്ന് പറയുന്നത് 8,16,039 രൂപയാണ് വരുന്നത്. അതേപോലെ രണ്ടാം സ്ഥാനത്ത് ജൂബിലി മിഷനാണ്. അവിടെയും സെയിം ഫീസ് സ്ട്രക്ചറാണ്. 8,16,038 രൂപയാണ് വരുന്നത്. പിന്നെ മലങ്കര ഓർത്തഡോക്സ് സിറിയക് ചർച്ച് മെഡിക്കൽ കോളേജ് കോലഞ്ചേരി എറണാകുളം, അവിടെ വരുന്നതും 8,16,038 തന്നെയാണ്. പിന്നെ പുഷ്പഗിരി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് തിരുവല്ല, അവിടെയും അതേപോലെ 8,16,038 തന്നെയാണ് വരുന്നത്. പിന്നെ MES മെഡിക്കൽ കോളേജ് പെരിന്തൽമണ്ണ മലപ്പുറത്തുള്ളത്, അവിടെയും സെയിം ഫീസ് 8,16,000 സംതിങ് തന്നെയാണ് വരുന്നത്. പിന്നെ നമ്മളെ മലബാർ മെഡിക്കൽ കോളേജ് കോഴിക്കോട്, അവിടെയും ഫീസ് വരുന്നത് 8,16,038 രൂപ തന്നെയാണ്. പിന്നെ SUT നമ്മളെ തിരുവനന്തപുരത്ത്, അവിടെ എന്ന് പറയുന്നത് കുറച്ച് കുറവുണ്ട്. 7,76,504 രൂപയാണ് SUTയിൽ വരുന്നത്. പിന്നെ നമ്മളെ ശ്രീനാരായണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്, അവിടെ ഫീസ് എന്ന് പറയുന്നത് 8,49,000 സംതിങ് ആണ് വരുന്നത്. പിന്നെ നമ്മളെ ശ്രീഗോകുലം മെഡിക്കൽ കോളേജ് എറണാകുളത്ത്, തിരുവനന്തപുരത്ത്, അവിടെ 7,71,000 സംതിങ് ആണ് വരുന്നത്. അവിടെയും കുറച്ച് കുറവാണ് ഫീസ്. പിന്നെയെന്ന് പറയുമ്പം മൗണ്ട് സിയോൺ മെഡിക്കൽ കോളേജ് അടൂർ പത്തനംതിട്ടയിലാണ്. അവിടെയും 8,09,000 സംതിങ് ആണ് വരുന്നത്. പിന്നെ KMGT മെഡിക്കൽ കോളേജ് കോഴിക്കോട്, അവിടെ 8,07,000 സംതിങ് ആണ് വരുന്നത്. പിന്നെ ട്രാവൻകൂർ മെഡിക്കൽ കോളേജ് കൊല്ലത്ത് ട്രാവൻകൂർ മെഡിക്കൽ കോളേജിൽ 8,16,038 രൂപയാണ് വരുന്നത്. പിന്നെ വയനാട് ഡോക്ടർ മൂപ്പൻസ് കോളേജ്, അവിടെയാണ് ഏറ്റവും കൂടുതൽ ഫീസ് ഇപ്പോൾ ഉള്ളത്, നിലവിലുള്ളത്. അത് 8,87,000 രൂപയാണ് വരുന്നത്. പിന്നെ എന്ന് പറയുമ്പം അസീസിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് കൊല്ലത്ത് തന്നെയാണ്. അവിടെ
8,16,038 രൂപയാണ് വരുന്നത്. പിന്നെ ഡോക്ടർ സോമവൽ മെമ്മോറിയൽ CSI മെഡിക്കൽ കോളേജ് കാരക്കോണം തിരുവനന്തപുരം, അവിടെ 8,16,038 രൂപയാണ് വരുന്നത്. പിന്നെ നമ്മളെ കരുണ മെഡിക്കൽ കോളേജ് പാലക്കാട്, അവിടെ 7,87,780 രൂപയാണ് വരുന്നത്. അവിടെയും കുറച്ച് കുറവാണ്. അത് സെക്കൻഡ് അലോട്ട്മെൻറ്റ് സമയത്താണ് കോളേജ് ഓപ്ഷനിൽ വന്നത്, സെക്കൻഡ് അലോട്ട്മെൻറ്റിൻ്റെ സമയത്താണ് വന്നത്. അപ്പോൾ കരുണ മെഡിക്കൽ കോളേജ് 7,87,780 രൂപയാണ്. പിന്നെ അൽ-അസർ മെഡിക്കൽ കോളേജ് തൊടുപുഴ, അത് 8,16,038 രൂപ തന്നെയാണ്. അപ്പം ഇത്രയും കോളേജസും അതിൻ്റെ ഫീസ് സ്ട്രക്ചറും ആണ് നമ്മളെ സീൻ്റെ സൈറ്റിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ എന്ന് പറയുമ്പം NRI ഫീസ് ഈ വർഷം എല്ലാ കോളേജസിലും 21,65,720 രൂപയാണ്. എല്ലാ കോളേജസിലും ഒരേ ഫീസ് റേഞ്ചാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ വീഡിയോയിലൂടെ നിങ്ങളെ ഫീസിനെ പറ്റിയുള്ള ഡൗട്ട്സൊക്കെ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പം ഓരോ കോളേജസിനും ഇത് കൂടാതെ സ്പെഷ്യൽ ഫീ എന്ന് പറഞ്ഞൊരു കാറ്റഗറി ഉണ്ട്. അത് പറയുമ്പോൾ കോളേജസിലെ ഫെസിലിറ്റീസിനനുസരിച്ച് അവർ ചെയ്തു തരുന്ന സൗകര്യങ്ങൾക്കനുസരിച്ചൊക്കെയാണ്. അത് ഓരോ കോളേജാണ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. അതുകൊണ്ട് അത് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഓരോ കോളേജിനും ഡിഫറെൻ്റ് ആയിരിക്കും. അത് ഗവൺമെൻറ് ഓർഡർ അല്ല. സോ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ബൈ ബൈ.